ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ വികസനമാണ് പ്രധാന ചർച്ചാവിഷയമാകുന്നത്. ഇടത് സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ N ജയരാജ് വികസനം ചൂണ്ടിക്കാട്ടി വോട്ട് തേടുമ്പോൾ UDFും NDAയും വികസന മുരടിപ്പാണ് ആരോപിക്കുന്നത്. ഇടതുപക്ഷം മണ്ഡലത്തിൽ തുടർച്ച അവകാശപ്പെടുമ്പോൾ മറ്റു മുന്നണികൾ മാറ്റമുണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസത്തിലുമാണ്. ഇടതു വലതു മുന്നണികളും NDAയും ശക്തമായ പോരാട്ടം നടത്തുന്ന മണ്ണാണ് കാഞ്ഞിരപ്പള്ളി. ഇടതുപക്ഷത്തിനായി സിറ്റിംഗ് MLAയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ ഡോക്ടർ N ജയരാജും UDFിനായി കോൺഗ്രസ് നേതാവും അധ്യാപകനുമായ ഡോക്ടർ റോണി കെ ബേബിയും മത്സരിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെയാണ് രംഗത്തുള്ളത്. മൂവരും മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച് ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. വികസന മുരടിപ്പാണ് NDAയും UDFും ആരോപിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്, മണിമല കുടിവെള്ള പദ്ധതി എന്നിവയുടെ പൂർത്തീകരണം വർഷങ്ങളായി നീണ്ടുപോകുന്നത് നിലവിലെ MLA പിടിപ്പുകേട് മൂലമാണെന്ന് UDF സ്ഥാനാർത്ഥി ആരോപിക്കുന്നു. ഏത് മുന്നണി ആയിക്കോട്ടെ, പക്ഷേ എന്തുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയുടെ ഇപ്പോഴുള്ള ജനപ്രതിനിധി അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ രണ്ട് മുന്നണിയുടെ ഭാഗമായിരുന്നു. പക്ഷേ ആ രണ്ട് മുന്നണിയുടെ ഭാഗമായി നിന്നപ്പോഴും അദ്ദേഹത്തിനൊരു വികസന പ്രവർത്തനവും ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അത് മുന്നണികളുടെ പരാജയമല്ല, അത് ആ റെപ്രസെൻറ്റേറ്റീവിൻ്റെ, ആ ജനപ്രതിനിധിയുടെ പരാജയമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനോ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞില്ലെന്ന് NDA സ്ഥാനാർത്ഥി ആരോപിച്ചു. ഇവിടുന്ന് കഷ്ടപ്പെട്ട് മലയാളികൾ വിദേശത്ത് പോയിട്ട് റെമിറ്റൻസ് കൊണ്ടാണ് ഇവിടെ ഈ ഓരോ വീട്ടിലും കുറച്ച് പൈസയും ഭക്ഷണവും ഒക്കെ കിട്ടുന്നത്, അല്ലാതെ ഇവിടുത്തെ ആരുടെയെങ്കിലും സംഭാവന കൊണ്ടല്ല. അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ അനന്തരഫലം വീടുകളിലൊന്നും ചെറുപ്പക്കാരില്ല. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് വൈകിയതിന് പിന്നിൽ കോടതി വ്യവഹാരങ്ങളാണെന്ന് LDF സ്ഥാനാർത്ഥി N ജയരാജ് MLA വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടെ മണ്ഡലത്തിൽ 2280 കോടി രൂപയുടെ വികസനം നടപ്പായിട്ടുണ്ടെന്നും MLA പറഞ്ഞു. 2280 കോടി രൂപ ഈ നിയോജക മണ്ഡലത്തിൽ ചിലവായിട്ടുണ്ട്. ഒരു നിയോജക മണ്ഡലത്തിൽ 2280 കോടി രൂപയുടെ വികസനം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. വികസനവും വ്യക്തിബന്ധങ്ങളുമാണ് തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകങ്ങളായി LDF ചൂണ്ടിക്കാട്ടുന്നത്. കാർഷിക മേഖലയുടെ തകർച്ച, സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ അഭാവം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ജനവിധി അനുകൂലമാക്കാനാണ് UDFും NDAയും ശ്രമിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.